എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകളിൽ നിന്ന് OTT റിലീസുണ്ട്. ആലപ്പുഴ ജിംഖാന, മരണമാസ്, ഡൊമിനിക്, തുടരും കപ്പ് തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കെങ്കേമം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സലീം കുമാർ അടക്കം ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഈ സിനിമ ഇന്ന് യൂട്യൂബിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പറന്ന് പറന്ന് ചെല്ലാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭരതാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണിത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. മെയ് മാസം 16-നാണ് പറന്ന് പറന്ന് ചെല്ലാൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് അയ്യറിൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷാൻ ടോം ചാക്കോ ധ്യാനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൺ നെക്സ്റ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് അയ്യറിൻ അറേബ്യ. ഈ മാസം ലാസ്റ്റാണ് സൺ നെക്സ്റ്റിൽ ഈ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജാറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സണ്ണി ലിയോൺ അടക്കം ഒരുപാട് പേര് അഭിനയിച്ച സിനിമയാണിത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് ജാറ്റ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് C3 സിന്ധ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് C3 സിന്ധ്യ OTT റിലീസ് ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡാൻസ് പാർട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഷാൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇവരാണ് ഡാൻസ് പാർട്ടിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും ഡാൻസ് പാർട്ടിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് റെയ്ഡ് 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് റെയ്ഡ് 2-ന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് റെയ്ഡ് 2 OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ സിനിമയാണ് തുടരും. ഈ സിനിമ ഇപ്പോൾ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അത്രയ്ക്കും ഹിറ്റായിരിക്കുകയാണ് തുടരും. മോഹൻലാൽ ശോഭനയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു ത്രില്ലർ സിനിമയാണ് തുടരും. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് തുടരും സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റും സ്വന്തമാക്കി. ഇപ്പോഴിതാ തുടരും സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും തുടരും സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. അതുപോലെ ബേസിൽ അനിക തുടങ്ങി ഒരുപാട് പേര് കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററുകളിൽ അട്ടർ ഫ്ലോപ്പായി. ഇപ്പോഴിതാ സൈനാപ്ലെ കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഇത്രയും താരതമ്യമുണ്ടായിട്ടും കപ്പ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് കപ്പ് സിനിമ സൈനാപ്ലയിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് ഡൊമിനിക്കിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. ഡൊമിനിക് പരാജയപ്പെട്ടു. ഡൊമിനിക്കിന്റെ OTT പോലും ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആമസോൺ പ്രൈം ഡൊമിനിക് വാങ്ങിച്ചിരിക്കുന്നത്. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഡൊമിനിക് ആമസോൺ പ്രൈമിൽ ഈ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മരണമാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബേസിൽ നായകനായി ടോവിനോ തോമസ് നിർമ്മിച്ച സിനിമയാണ് മരണമാസ്. ഈ സിനിമയുടെ OTT റിലീസ് നാളെയാണ്. നാളെ രാത്രി 5 മണിക്കാണ് മരണമാസിന്റെ OTT റിലീസ്. സോണി ലീവ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മരണമാസം ഒരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് മരണമാസ് സ്വന്തമാക്കിയത്. സോണി ലീവിൽ മെയ് മാസം 15-നാണ് ഒഫീഷ്യൽ OTT റിലീസ്. സോണി ലീവ് ആയതുകൊണ്ട് തലേ ദിവസം 5 മണിക്ക് തന്നെ സിനിമ വരും. അതായത് മരണമാസ് നാളെ OTT-യിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കുറെ കാലമായി OTT റിലീസിന് ഒരുങ്ങുന്നു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആരാധകർ ദേഷ്യത്തിലായിരുന്നു. ഇപ്പോഴിതാ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. മെയ് മാസം 23-ന് മനോരമ മാക്സിലാണ് ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. ഇതുകൊണ്ട് തീയതി ഇനി മാറ്റം വരില്ല. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഭാവനയെ നായികയാക്കി ഷാജി കൈലാസാണ് ഹണ്ട് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ബോക്സിംഗ് മൂവിയാണ്. നസ്ലിനാണ് ആലപ്പുഴ ജിംഖാനയിലെ നായകൻ. അതുപോലെ ലുക്മാൻ അടക്കം ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഖാലിദ് റഹ്മാനാണ് ആലപ്പുഴ ജിംഖാന സംവിധാനം ചെയ്തത്. തെലുങ്കിലെ സിനിമ ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. 80 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ജിംഖാന. നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ജിംഖാനയ്ക്ക് ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് ഇപ്പോൾ ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 25-നാണ് ആലപ്പുഴ ജിംഖാനയുടെ OTT റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം റിലീസിനെത്തും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന
OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.